ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. 500 ഷോർട്ട് GK സീരീസിന്റെ 7ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു സെഷനിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. So first question, which of the following leagues is related to the game of football? So ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്ത്യൻ സൂപ്പർ ലീഗ്, ഓപ്ഷൻ ബി ഇന്ത്യൻ സോഫ്റ്റ് ലീഗ്, ഓപ്ഷൻ സി ഇന്ത്യൻ സൂപ്പർ ലീഗ് ആൻഡ് ഓപ്ഷൻ ഡി സൂപ്പർ ഇന്ത്യൻ ലീഗ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണ്. സോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണ് ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഗ്. ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ആണെന്ത് ഇന്ത്യൻ സൂപ്പർ ലീഗ്. സോ ഇന്ത്യയിലുള്ള ഫുട്ബോളിന്റെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഓർ ISL. ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ്. അപ്പോൾ ഇന്ത്യയിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗ് ഏതാണ്? ഐ ലീഗ് ആണ് ഇന്ത്യയിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് അല്ലെങ്കിൽ ISL. അതേസമയം സെക്കൻഡ് ഡിവിഷൻ ലീഗ് ആണെന്ത് ഐ ലീഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിവിഷൻ ലീഗ് ആണ് ഐ ലീഗ്. ISL എന്ന് പറയുന്നത് 2014ലാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2014ലാണ് ISLന്റെ ഫസ്റ്റ് സീസൺ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യൻ സൂപ്പർ ലീഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. AIFF അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കൊമേഴ്ഷ്യൽ പാർട്ണർ AIFന്റെ കൊമേഴ്ഷ്യൽ പാർട്ണർ ആണ് FSDL. FSDL ആണ് എന്ത് ചെയ്യുന്നത് AIFFന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഓർഗനൈസ് ചെയ്യുന്നത്. AIFFന്റെ കൊമേഴ്ഷ്യൽ പാർട്ണർ ആണ് FSDL, ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലീഗ്. ആൻഡ് FSDL ആണ് എന്ത് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് കറന്റ് സീസൺ നോക്കുകയാണെങ്കിൽ 2024-25. സോ കറന്റ് സീസൺ ആയിട്ടുള്ള 2024-25 നോക്കുകയാണെങ്കിൽ 2024-25ന്റെ വിന്നേഴ്സ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. MBST ആണ് 2024-25 സീസണിന്റെ വിന്നേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് ബംഗളൂരു FC ആണ്. സോ വിന്നേഴ്സ് ആയിട്ടുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ളത് ബംഗളൂരു FC ആണ്. So next question, which of the following statements regarding FIDE Women's Chess World Cup 2025 are correct? FIDE Women's Chess World Cup 2025 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So first statement, it is a round robin tournament conducted by the International Chess Federation FIDE to determine top contenders for the Women's Candidate Tournament 2026. Divya Deshmukh is the first Indian woman to win the FIDE Women's Chess World Cup 2025. Koneru Hambi became the runner-up in the tournament. It was the third edition of the Women's Chess World Cup and was held in Batumi, Georgia. So ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2, 3 and 4, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1, 2 and 3 ആൻഡ് ഓപ്ഷൻ ഡി 1, 2, 3 and 4. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2, 3 and 4 only ആണ്. സോ 2, 3 and 4. സോ 2, 3, 4 സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നെന്ന് പറയുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓരോ സ്റ്റേറ്റ്മെന്റും നോക്കാം. First statement നോക്കുക. It is a round robin tournament conducted by the International Chess Federation to determine top contenders for the Women's Candidate Tournament 2026. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തല്ല ഒരു റൗണ്ട് റോബിൻ ടൂർണമെന്റ് അല്ല, മറിച്ച് ഇതൊരു നോക്കൌട്ട് ടൂർണമെന്റ് ആണ്. സോ FIDE ചെസ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു നോക്കൌട്ട് ടൂർണമെന്റ് ആണ്. സോ ഇതെന്ന് പറയുന്നത് റൗണ്ട് റോബിൻ ടൂർണമെന്റ് അല്ല, മറിച്ച് എന്താണ് ഇതൊരു നോക്കൌട്ട് ടൂർണമെന്റ് ആണ്. സോ റൗണ്ട് റോബിൻ ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് സ്റ്റേജസ് ഒക്കെ ഉള്ള ടൂർണമെന്റ് ആണ് റൗണ്ട് റോബിൻ ടൂർണമെന്റ്. അതായത് ഒരു ഗ്രൂപ്പിലുള്ള, അതായത് എത്ര ടീംസ് ഉണ്ടോ ആ ടീംസ് എല്ലാം എന്ത് ചെയ്യും പരസ്പരം ഒരു തവണയെങ്കിലും മത്സരിക്കുന്നതിനാണ് റൗണ്ട് റോബിൻ ടൂർണമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു ഇതൊരു നോക്കൌട്ട് ടൂർണമെന്റ് ആയിരുന്നു. സോ ഇതാണെന്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാകാനുള്ള കാരണം. റൗണ്ട് റോബിൻ ടൂർണമെന്റ് അല്ല, മറിച്ച് FIDE വുമൻസ് ചെസ് വേൾഡ് കപ്പ് എന്തായിരുന്നു ഒരു നോക്കൌട്ട് ടൂർണമെന്റ് ആയിരുന്നു. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു ദിവ്യ ദേശ്മുഖ് ഈസ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദി FIDE വുമൻസ് ചെസ് വേൾഡ് കപ്പ് 2025. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ FIDE ചെസ് വേൾഡ് കപ്പ് 2025 വിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണെന്ത് ദിവ്യ ദേശ്മുഖ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു Koneru Hambi became the runner-up in the tournament.
സോ ദിവ്യ ദേശ്മുഖ് ഡിഫീറ്റ് ചെയ്തത് കൊനേരു ഹംപിനെയാണ്. ആൻഡ് കൊനേരു ഹംപി ആയിരുന്നു എന്ത് ഫീഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പിന്റെ റണ്ണർ അപ്പ് എന്ന് പറയുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് വാസ് എ തേർഡ് എഡിഷൻ ഓഫ് ദി വുമൻസ് ചെസ് വേൾഡ് കപ്പ് ആൻഡ് വാസ് ഹെൽഡ് ഇൻ ബത്തൂമി, ജോർജിയ. സോ ഈ ഒരു വേൾഡ് കപ്പ് നടന്നത് ജോർജിയയിലെ ബത്തൂമിൽ വെച്ചിട്ടാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് തേർഡ് എഡിഷൻ ആയിരുന്നു. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Next question. In a test match, the captain of the fielding side may demand a new ball after dash. So ഒരു ടെസ്റ്റ് മാച്ചിൽ ഒരു ഫീൽഡിംഗ് സൈഡിന്റെ ക്യാപ്റ്റൻ എത്ര ഓവറിന് ശേഷം മാത്രമേ ഒരു ന്യൂ ബോൾ ഡിമാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ? ഓപ്ഷൻ എ 80 ഓവേഴ്സ്, ഓപ്ഷൻ ബി 70 ഓവേഴ്സ്, ഓപ്ഷൻ സി 75 ഓവേഴ്സ്, ഓപ്ഷൻ ഡി 85 ഓവേഴ്സ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 80 ഓവേഴ്സ് ആണ്. സോ ഒരു ടെസ്റ്റ് മാച്ചിന്റെ ഒരു ഇന്നിങ്സിൽ 80 ഓവേഴ്സ് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ ഫീൽഡിംഗ് സൈഡിന്റെ ക്യാപ്റ്റൻ എന്ത് ചെയ്യാൻ സാധിക്കും? പുതിയൊരു ബോളിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടെസ്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? 5 ദിവസം 5 ഡേയ്സ് കൊണ്ട് നടക്കുന്ന മാച്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെസ്റ്റ് മാച്ച് എന്ന് വിളിക്കുന്നത്. സോ ഒരു ടെസ്റ്റ് മാച്ച് ലാസ്റ്റ് ചെയ്യുന്നത് 5 ദിവസമാണ്. സോ ഈ 5 ദിവസത്തെ ടെസ്റ്റ് മാച്ചിൽ ഓരോ ടീമിനും 2 ഇന്നിങ്സ് വീതം കാണും. സോ ഓരോ ടീമിനും എന്ത് കാണും? 2 ഇന്നിങ്സ് വീതമായിരിക്കും ഒരു ടെസ്റ്റ് മാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ടെസ്റ്റ് മാച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ് ബോൾ ആണ്. സോ ടെസ്റ്റ് മാച്ചസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോളിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ബോൾ ആണ്. ആൻഡ് ഇപ്പോൾ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് മാച്ചസ് നടക്കുന്നുണ്ട്. സോ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് മാച്ചസ് ആണെന്നുണ്ടെങ്കിൽ പിങ്ക് ബോൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. സോ നോർമൽ ആയിട്ടുള്ള ടെസ്റ്റ് മാച്ചസിന് റെഡ് ബോളും അതേസമയം ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് മാച്ചസിന് പിങ്ക് ബോൾസും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇനി വൈറ്റ് ബോൾസ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ഓവേഴ്സ് മാച്ചസിനാണ് എന്ത് ചെയ്യുന്നത്? വൈറ്റ് ബോൾ യൂസ് ചെയ്യുന്നത്. സോ ലിമിറ്റഡ് ഓവേഴ്സ് മാച്ചസ് ആയിട്ടുള്ള 50 ഓവർ മാച്ചസും 20 ഓവർ മാച്ചസിനുമാണ് എന്ത് ചെയ്യുന്നത്? വൈറ്റ് ബോൾ യൂസ് ചെയ്യുന്നത്. സോ ലിമിറ്റഡ് ഓവേഴ്സ് മാച്ചസിന് മാത്രമാണ് വൈറ്റ് ബോൾ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് മാച്ചസിന് യൂസ് ചെയ്യുന്നത് റെഡ് ബോൾ ആണ്. ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ പിങ്ക് ബോൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇനി റെഡ് ബോൾസ് നോക്കിക്കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് റെഡ് ബോൾസ് ആണ് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് മാച്ചസിൽ യൂസ് ചെയ്യുന്നത്. സോ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെഡ് ബോൾസ് ആണ് നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൾ ആണ് എന്ത്? ഡ്യൂക്സ് ബോൾ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ കാറ്റഗറി ഓഫ് ബോൾ ആണ് ഡ്യൂക്സ് ബോൾ എന്ന് പറയുന്നത്. സോ ഡ്യൂക്സ് ബോൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, അയർലൻഡ് ഈ 3 കൺട്രീസിലാണ് ടെസ്റ്റ് മാച്ചസ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡ്യൂക്സ് ബോൾ യൂസ് ചെയ്യുന്നത്. സോ ഈ 3 കൺട്രീസും ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, അയർലൻഡ് ഈ 3 കൺട്രീസ് ആണ് ടെസ്റ്റ് മാച്ചസ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ബോൾ ഡ്യൂക്സ് ബോൾ ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ബോൾ ആണെന്ത്? രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റെഡ് ബോൾ ആണെന്ത്? കൂക്കാബൂറ ബോൾ. സോ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബോൾ ആണ് കൂക്കാബൂറ ബോൾ. സോ കൂക്കാബൂറ ബോൾ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, പാകിസ്ഥാൻ, ശ്രീലങ്ക. സോ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, പാകിസ്ഥാൻ, ശ്രീലങ്ക. സോ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കുക്കാബൂറ ബോൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യ യൂസ് ചെയ്യുന്നത് SGയുടെ ബോൾസ് ആയിരിക്കും. സോ SGയുടെ ബോൾസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് SGയുടെ ബോൾസ് ആയിരിക്കും. സോ റെഡ് ബോൾസ് 3 ടൈപ്പ് ഉണ്ട്. ഡ്യൂക്സ് ബോൾ, കുക്കാബൂറ ബോൾ, അതുപോലെ തന്നെ SGയുടെ ബോൾ. സോ ഡ്യൂക്സ് ബോൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലും വെസ്റ്റ് ഇൻഡീസിലും അയർലൻഡിലും നടക്കുന്ന മാച്ചസിലായിരിക്കും. കൂക്കാബോറ ബോൾ യൂസ് ചെയ്യുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇവിടെ നടക്കുന്ന മാച്ചസിലാണ്. ആൻഡ് ഇന്ത്യയിൽ നടക്കുന്ന ടെസ്റ്റ് മാച്ചസിൽ SGയുടെ റെഡ് ബോൾസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following pair of cricket tournament run by BCCI and its type is correct? സോ ഇതിൽ ഏതൊക്കെ ക്രിക്കറ്റ് ടൂർണമെന്റ്സ് ആണ് BCCI റൺ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ വിജയ് ഹസാരെ ട്രോഫി ലിസ്റ്റഡ് ലിമിറ്റഡ് ഓവേഴ്സ് മാച്ചസ്. സെക്കൻഡ് വൺ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20 മാച്ചസ്. തേർഡ് വൺ ദേവ്ധർ ട്രോഫി എ ലിസ്റ്റഡ് ടൂർണമെന്റ് ഫീച്ചറിംഗ് സ്റ്റേറ്റ് ടീംസ്. സോ BCCI കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് ക്രിക്കറ്റ് ടൂർണമെന്റ്സിന്റെ പേരാണ് തന്നിരിക്കുന്നത്. സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ടൂർണമെന്റ്സ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 2 only, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 and 2 only ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 and 2 only ആണ്. സോ ഓരോ ടൂർണമെന്റ്സ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം.
ഫസ്റ്റ് വൺ എന്തായിരുന്നു? വിജയ് ഹസാരെ ട്രോഫി. സോ വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് ഒരു ലിസ്റ്റഡ് ലിമിറ്റഡ് ഓവേഴ്സ് മാച്ചസ് തന്നെയാണ്. വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് ലിസ്റ്റഡ് ലിമിറ്റഡ് ഓവേഴ്സ് മാച്ച് തന്നെയാണ്. സോ വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുമ്പോൾ 50 ഓവർ മാച്ച് ആണ്, 50 ഓവർ മാച്ചസ് ആണ് എന്ത് വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കുന്ന മാച്ചസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വിജയ് ഹസാരെ ട്രോഫിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ടീംസ് ആയിരിക്കും. അതായത് സ്റ്റേറ്റ് വൈസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ് ടീംസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വിജയ് ഹസാരെ ട്രോഫിയിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് 50 ഓവർ മാച്ചസ് ആണ്, 50 ഓവേഴ്സ് ഉള്ള മാച്ചസ് ആണ് എന്ത് ചെയ്യുന്നത് വിജയ് ഹസാരെ ട്രോഫിയിൽ പ്ലേ ചെയ്യുന്നത്. രണ്ടാമത്തെ ആണെന്ത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20 മാച്ചസ്. സോ ഇതെന്താണ് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എന്ന് പറയുമ്പോൾ BCCI റൺ ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് T20 കോമ്പറ്റീഷൻ ആണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ എന്തായിരുന്നു? ദേവ്ദത്ത് ട്രോഫി, എ ലിസ്റ്റഡ് ടൂർണമെന്റ് ഫീച്ചറിംഗ് സ്റ്റേറ്റ് ടീംസ്. സോ ഇതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവ്ദത്ത് ട്രോഫിയിൽ സ്റ്റേറ്റ് ടീംസുകളല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, മറിച്ച് സോണൽ ടീംസ് ആണ് എന്ത് ചെയ്യുന്നത് ദേവ്ദത്ത് ട്രോഫിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിനകത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. സോ ദേവ്ദത്ത് ട്രോഫി എന്ന് പറയുന്നത് BCCI റൺ ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് ടൂർണമെന്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ സ്റ്റേറ്റ് ടീംസ് അല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, മറിച്ച് സോണൽ ടീംസ് ആണ്. സൗത്ത് സോൺ, സെൻട്രൽ സോൺ, നോർത്ത് സോൺ പോലെയുള്ള സോണൽ ടീംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ട്രോഫിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്ത് തന്നെയാണ് ഒരു ലിസ്റ്റഡ് ടൂർണമെന്റ് തന്നെയാണ്. നിങ്ങൾ SSCയുടെ എക്സാംസിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദിശ അക്കാഡമി ഒരു പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, SSC കംപ്ലീറ്റ് കോഴ്സ്. സോ ഈ ഒരു കോഴ്സിൽ SSCയുടെ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഈ ഒരു കോഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദിശയുടെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ത്രൂ കൊറിയർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൂടാതെ പേഴ്സണൽ മെന്റർഷിപ്പും അവൈലബിൾ ആയിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഫർദർ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. സോ നമ്പർ എന്ന് പറയുന്നത് 8075753676 ആണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who won the 2024-25 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി? 2024-25 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി വിൻ ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി വിദർഭ, ഓപ്ഷൻ സി മുംബൈ ആൻഡ് ഓപ്ഷൻ ഡി കേരള. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മുംബൈ ആണ്. സോ 2024-25 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയുടെ വിന്നർ എന്ന് പറയുന്നത് മുംബൈ ആണ്. ആൻഡ് റണ്ണേഴ്സ് അപ്പ് ആയിട്ട് വന്നിട്ടുള്ളത് മധ്യപ്രദേശ് ആണ്. സോ മധ്യപ്രദേശിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തത് മുംബൈ 2024-25 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി വിൻ ചെയ്തത്. ആൻഡ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എന്ന് പറയുന്നത് BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് T20 ടൂർണമെന്റ് ആണെന്ത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എന്ന് പറയുന്നത്. സോ ഇത്തവണത്തെ വിന്നർ മുംബൈയും അതുപോലെ തന്നെ റണ്ണേഴ്സ് അപ്പ് മധ്യപ്രദേശും ആണ്. ആൻഡ് ഈ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യുകയും പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡ് വിൻ ചെയ്യുകയും ചെയ്തത് മുംബൈയുടെ തന്നെ അജിങ്ക്യ രഹാനെയാണ്. സോ അജിങ്ക്യ രഹാനെയാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2024ന്റെ പ്ലെയർ ഓഫ് ദ സീരീസും അതുപോലെ തന്നെ ടോപ്പ് റൺ ഗെറ്ററും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in cricket, a fast head-high delivery of the ball is referred to as dash. So ക്രിക്കറ്റിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഹെഡ് ഹൈ ഡെലിവറി എന്തെന്നാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ഗ്രബ്ബർ, ഓപ്ഷൻ ബി ബൗൺസർ, ഓപ്ഷൻ സി ഡക്ക് ആൻഡ് ഓപ്ഷൻ ഡി ലഗ് ബൈ. സോ ഫാസ്റ്റ് ഹെഡ് ഹൈ ഡെലിവറി ഓഫ് ദി ബോൾ ഇൻ ക്രിക്കറ്റ് ഈസ് കോൾഡ് ആസ് ബൗൺസർ. സോ ഫാസ്റ്റ് ആയിട്ടുള്ള ഹെഡ് ഹൈറ്റിൽ വരുന്ന ഒരു ഡെലിവറിയെ വിളിക്കുന്ന പേരാണെന്ത് ബൗൺസർ എന്ന് വിളിക്കുന്നത്. ഇനി ബാക്കിയുള്ള ടേംസ് എന്തൊക്കെയാന്ന് നോക്കാം. സോ ഫസ്റ്റ് ടേം എന്തായിരുന്നു? ഗ്രബ്ബർ. സോ ഫസ്റ്റ് ടേം എന്താണ്? ഗ്രബ്ബർ. സോ ഗ്രബ്ബർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൗൺസ് ചെയ്തതിന് ശേഷം വളരെ ലോ ആയിട്ട് പോകുന്ന ബോളിനെ വിളിക്കുന്ന പേരാണെന്ത് ഗ്രബ്ബർ. സോ ഒരു ക്രിക്കറ്റ് ബോള് ബൗളർ റിലീസ് ചെയ്തതിന് ശേഷം പിച്ച് ചെയ്തതിന് ശേഷവും വളരെ ലോ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒട്ടും തന്നെ ബൗൺസ് ചെയ്യാതെയാണ് ആ ഒരു ബോൾ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ബോളിനെ വിളിക്കുന്ന പേരാണെന്ത് ഗ്രബ്ബർ. സോ അടുത്തതാണെന്ത് ഡക്ക്. ഡക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാറ്റ്സ്മാൻ റൺ ഒന്നും എടുക്കാതെ പുറത്താകുകയാണെങ്കിൽ, അതായത് 0 റൺസ് ആണ് ഒരു ബാറ്റ്സ്മാൻ സ്കോർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത് ഡക്ക്. ഇനി ഈ ഒരു ബാറ്റ്സ്മാൻ
ഫേസ്റ്റ് ബോളിൽ തന്നെ ഔട്ട് ആവുകയാണെങ്കിൽ, അതായത് റൺസ് ഒന്നും എടുക്കുന്നില്ല, ഫേസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് ആവുന്നു, അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗോൾഡൻ ഡക്ക്. സോ ഫേസ്റ്റ് ബോളിൽ തന്നെ ഫേസ് ചെയ്യുന്ന ഫേസ്റ്റ് ബോളിൽ തന്നെ റൺസ് ഒന്നും എടുക്കാതെ വിക്കറ്റ് ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ ഡക്ക്. അതേസമയം റൺസ് ഒന്നും എടുക്കാതെ രണ്ടാമത്തെ ബോളിലാണ് ഔട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സിൽവർ ഡക്ക്. ഇനി റൺസ് ഒന്നും എടുക്കാതെ ഫേസ് ചെയ്ത മൂന്നാമത്തെ ബോളിലാണ് ഔട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്രോൺസ് ഡക്ക്. സോ ഫേസ്റ്റ് ബോളിൽ വിക്കറ്റ് ആവുകയാണെങ്കിൽ, റൺസ് ഒന്നും എടുക്കാതെ ഫേസ്റ്റ് ബോളിൽ വിക്കറ്റ് ആവുകയാണെങ്കിൽ ഗോൾഡൻ ഡക്ക്, റൺസ് ഒന്നും എടുക്കാതെ സെക്കൻഡ് ബോളിലാണ് വിക്കറ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ സിൽവർ ഡക്ക്, ആൻഡ് റൺസ് ഒന്നും എടുക്കാതെ തേർഡ് ബോളിലാണ് വിക്കറ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ ബ്രോൺസ് ഡക്ക്. ഇനി ബോളെ ഫേസ് ചെയ്യാതെയാണ് ഔട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബാറ്റ്സ്മാൻ ഒരു ബോളും ഫേസ് ചെയ്യുന്നതിന് മുന്നേ ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയമണ്ട് ഡക്ക്. സോ ഇത് നോർമലി സംഭവിക്കുന്നത് ഒരു ബാറ്റ്സ്മാൻ നോൺ സ്ട്രൈക്കർ എൻഡിൽ റൺ ഔട്ട് ആവുമ്പോഴാണ്. അതായത് ബോൾസ് ഒന്നും തന്നെ ഫേസ് ചെയ്യാതെ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ റൺ ഔട്ട് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഡയമണ്ട് ഡക്ക് സംഭവിക്കുന്നത്. അതുകൂടാതെ ഒരു ബാറ്റ്സ്മാൻ ടൈംഡ് ഔട്ട് ആയി കഴിഞ്ഞാലും അതെന്താണ്? ഡയമണ്ട് ഡക്ക് ആണ്. അതായത് ഒരു ബോൾ ഫേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ എന്താവാം? റൺ ഔട്ട് ആകാം, അതും ഡയമണ്ട് ഡക്ക് ആണ്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും? ടൈംഡ് ഔട്ട് വഴി ഒരു ബാറ്റ്സ്മാൻ ബോൾ ഫേസ് ചെയ്യാതെ 0 റൺസ് സ്കോർ ചെയ്ത് ഔട്ട് ആവാം, അതിനെയാണ് ടൈംഡ് ഔട്ട് എന്ന് പറയുന്നത്. സോ ഇന്റർനാഷണൽ ക്രിക്കറ്റ് നോക്കുവാണെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് ആയ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് ഏഞ്ചലോ മാത്യൂസ് ആണ്. സോ ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് ആണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ. സോ ഫസ്റ്റ് ടൈം ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടൈംഡ് ഔട്ട് ആയ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് ആണ്. സോ 2023 വേൾഡ് കപ്പിന്റെ സമയത്ത് ബംഗ്ലാദേശിനെതിരെയുള്ള മാച്ചിലാണ് എന്ത് ചെയ്യുന്നത്? ഏഞ്ചലോ മാത്യൂസ് ടൈംഡ് ഔട്ട് ആകുന്നത്. ഇനി എന്താണ് ടൈംഡ് ഔട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബാറ്റ്സ്മാൻ ഡിസ്മിസ് ആയി, ഒരു ബാറ്റ്സ്മാൻ ഔട്ടായി, അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ റിട്ടയർ ചെയ്തതിന് ശേഷം അടുത്തൊരു ബാറ്റ്സ്മാന് ക്രീസിലെത്തി ബോൾ ഫേസ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള സമയം 2 മിനിറ്റ് ആണ്. സോ ഒരു ബാറ്റ്സ്മാൻ ഔട്ടായതിനു ശേഷം, അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ റിട്ടയർ ചെയ്തതിന് ശേഷം പുതിയ ബാറ്റ്സ്മാൻ ക്രീസിലെത്തി ബോൾ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 2 മിനിറ്റിനകം റെഡി ആയിരിക്കണം. ഈ ഒരു 2 മിനിറ്റ് ടൈം കഴിഞ്ഞാൽ അയാൾ എന്താക്കി കണക്കാക്കും? ടൈംഡ് ഔട്ട് ആയതായിട്ട് കണക്കാക്കും. ഇങ്ങനെ ടൈംഡ് ഔട്ട് ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഫേസ്റ്റ് ബാറ്റ്സ്മാൻ ആണെന്ത്? ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ്. സോ നെക്സ്റ്റ് വൺ ഈസ് ലെഗ് ബൈ. ലെഗ് ബൈ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബോള് ബാറ്റിൽ കൊള്ളാതെ ബാറ്റ്സ്മാന്റെ ബോഡിയിൽ എവിടെയെങ്കിലും തട്ടിയതിനു ശേഷം ബാറ്റ്സ്മാൻ റൺ ഓടിയെടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലെഗ് ബൈ. സോ ബാറ്റിൽ കൊള്ളാതെ ഒരു ബാറ്റ്സ്മാന്റെ ബോഡിയിലാണ് ബോൾ ഹിറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു ബാറ്റ്സ്മാൻ എന്ത് ചെയ്യുന്നു? ഓടി റൺസ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലെഗ് ബൈ. ആൻഡ് ലെഗ് ബൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രാ റൺ ആണ്. ബാറ്റ്സ്മാന്റെ അക്കൗണ്ടിലല്ല ലെഗ് ബൈ വരുന്നത്, ഇതൊരു എക്സ്ട്രാ റൺ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കണക്കാക്കപ്പെടുന്നത്. So next question, consider the following statements regarding ICC Champions Trophy. So ICC Champions Trophy ആയിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So first statement, the first edition of the tournament was held in England in 1998. 1998 ഇംഗ്ലണ്ടിലാണ് ഫസ്റ്റ് ടൂർണമെന്റ് നടക്കുന്നത്. Second statement, India defeated New Zealand to claim their third title in the 2025 tournament. Third statement, Regin Ravindra won the Golden Bat Award in the 2025 tournament. Option 4, statement 4, it was initially known as ICC Knockout Trophy. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 4, ഓപ്ഷൻ സി 4 only, ഓപ്ഷൻ ഡി 1 and 4. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 only ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ്, ബാക്കി 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു പറഞ്ഞത്? ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദ ടൂർണമെന്റ് വാസ് ഹെൽഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1998. ഇതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് എഡിഷൻ ഓഫ് ICC ചാമ്പ്യൻസ് ട്രോഫി നടന്നത് ഇംഗ്ലണ്ടിലല്ല, മറിച്ച് ബംഗ്ലാദേശിലാണ്. സോ ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ICC ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. ഇയർ കറക്റ്റ് തന്നെയാണ്, 1998 ആണ്. സോ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദി ടൂർണമെന്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലാണ് നടക്കുന്നത് ഇൻ 1998. സോ ഇംഗ്ലണ്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ തന്നിരുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയിട്ട് മാറുന്നത്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്ത്യ ഡിഫീറ്റഡ് ന്യൂസിലാൻഡ് ടു ക്ലെയിം ദ തേർഡ് ടൈറ്റിൽ ഇൻ 2025 ടൂർണമെന്റ്. സോ 2025 നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്? ചാമ്പ്യൻസ് ആയിട്ട് മാറുന്നത്. ഇന്ത്യയാണ് 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ വിന്നർ എന്ന് പറയുന്നത്. ആൻഡ് ന്യൂസിലാൻഡിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ പരാജയപ്പെടുന്നത്. സോ റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് ആരാണ്? ന്യൂസിലാൻഡ് ആണ് 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ICC ചാമ്പ്യൻസ് ട്രോഫിയാണ്. സോ ഇന്ത്യ വിൻ ചെയ്യുന്ന മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫിയാണ് എന്ത്? 2025 ട്രോഫി എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? രജിൻ രവീന്ദ്ര വൺ ദി ഗോൾഡൻ ബാറ്റ് അവാർഡ് ഇൻ ദി 2025 ടൂർണമെന്റ്. സോ രജിൻ രവീന്ദ്ര, സോ ന്യൂസിലാൻഡിന്റെ ബാറ്റർ ആയിട്ടുള്ള രജിൻ രവീന്ദ്രയാണ് എന്ത് ചെയ്യുന്നത്? ഗോൾഡൻ ബാറ്റ് അവാർഡ്. സോ മോസ്റ്റ് റൺസ് സ്കോർ ചെയ്തതിന് ഗോൾഡൻ ബാറ്റ് അവാർഡ്. സോ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തതിന് ഗോൾഡൻ ബാറ്റ് അവാർഡ് കരസ്ഥമാക്കുന്നത് ന്യൂസിലാൻഡിന്റെ രജിൻ രവീന്ദ്രയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് വാസ് ഇനിഷ്യലി നോൺ ആസ് ദി ICC നോക്കൌട്ട് ട്രോഫി. സോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ICC ചാമ്പ്യൻസ് ട്രോഫി എന്നല്ലായിരുന്നു പേര്, മറിച്ച് ICC നോക്കൌട്ട് ട്രോഫി എന്നായിരുന്നു എന്ത്? ചാമ്പ്യൻസ് ട്രോഫിയുടെ ഇനിഷ്യൽ നെയിം എന്ന് പറയുന്നത്. ആൻഡ് ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് എന്താണ്? ഒരു 50 ഓവേഴ്സ് ടൂർണമെന്റ് ആണ്. അതായത് 50 ഓവർ ഉള്ള ഒരു വൺ ഡേ ഇന്റർനാഷണൽ മാച്ച് ആണ് എന്ത്? ICC ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത്. സോ ഇതൊരു വൺ ഡേ ഇന്റർനാഷണൽ ടൂർണമെന്റ് ആണ്. ഇതൊരു ODI ടൂർണമെന്റ് ആണ്. വൺ ഡേ ഇന്റർനാഷണൽ ടൂർണമെന്റ് ആണ് ICC ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത്. So next question, the Kalinga Super Cup is associated with which of the following sports? Kalinga Super Cup ഇതിൽ ഏത് സ്പോർട്സുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി ക്രിക്കറ്റ്, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി കബഡി. സോ ഇതിൽ ഏതാണ് കലിംഗ സൂപ്പർ കപ്പ് അസോസിയേറ്റ് ആയിരിക്കുന്നത്? സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുട്ബോൾ ആണ്. സോ കലിംഗ സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. സോ ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേരാണെന്ത്? കലിംഗ സൂപ്പർ കപ്പ് എന്ന് പറയുന്നത്. സോ ഇനിഷ്യലി കലിംഗ സൂപ്പർ കപ്പിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് സൂപ്പർ കപ്പ് എന്നായിരുന്നു. സോ കലിംഗ സൂപ്പർ കപ്പ് അല്ലായിരുന്നു, ഇനിഷ്യലി ഇതിന്റെ പേരെന്ന് പറയുന്നത് സൂപ്പർ കപ്പ് ആയിരുന്നു. ആൻഡ് 2018 എന്ത് ചെയ്യുന്നത്? സൂപ്പർ കപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സൂപ്പർ കപ്പ് ഓർഗനൈസ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? സൂപ്പർ കപ്പ് ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് സൂപ്പർ കപ്പിൽ ISLനെയും, അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് ആയിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെയും അതുപോലെ തന്നെ സെക്കൻഡ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് ആയിട്ടുള്ള I ലീഗിലെയും ടീംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സൂപ്പർ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൻഡ് 2025 റീസെന്റ് ആയിട്ടുള്ള സൂപ്പർ കപ്പ് നടക്കുന്നത്, അതായത് കലിംഗ സൂപ്പർ കപ്പ് നടക്കുന്നത്. സോ 2024 എന്ത് ചെയ്യുന്നത്? സൂപ്പർ കപ്പിനെ റീനെയിം ചെയ്ത് കലിംഗ സൂപ്പർ കപ്പ് എന്നാക്കുന്നത്. സോ 2024 എന്ത് ചെയ്യുന്നത്? സൂപ്പർ കപ്പ് റീനെയിം ചെയ്ത് കലിംഗ സൂപ്പർ കപ്പ് ആവുന്നത്. ആൻഡ് 2025 കലിംഗ സൂപ്പർ കപ്പ് വിൻ ചെയ്യുന്നത് FC ഗോവയാണ്. സോ FC ഗോവയാണ് എന്ത് ചെയ്യുന്നത്? റീസെന്റ് ആയിട്ടുള്ള വിന്നേഴ്സ് എന്ന് പറയുന്നത്. കറന്റ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് FC ഗോവയാണ്. 2025 എന്ത് ചെയ്യുന്നത്? ഗോവ കലിംഗ സൂപ്പർ കപ്പ് വിൻ ചെയ്യുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ടൈറ്റിൽ ആണ്. FC ഗോവയുടെ സെക്കൻഡ് ടൈറ്റിൽ ആണെന്ത്? ഈ രണ്ടാമത്തെ 2025 വിൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈറ്റിലാണ്. സോ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? FC ഗോവ സൂപ്പർ കപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ രണ്ടാമത്തെ സൂപ്പർ കപ്പ് ട്രോഫിയാണ്. സോ ഇത് അവരുടെ രണ്ടാമത്തെ സൂപ്പർ കപ്പ് ട്രോഫിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേർഡി ഈസ് എ ടേം അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്? ഏത് സ്പോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ടേം ആണ് ബേർഡി? ഓപ്ഷൻ എ ബേസ്ബോൾ, ഓപ്ഷൻ ബി ഗോൾഫ്, ഓപ്ഷൻ സി ബാഡ്മിന്റൺ, ഓപ്ഷൻ ഡി പോളോ. സോ ബേർഡി എന്നുള്ള ടേം ഏത് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗോൾഫ് ആണ്. സോ ബേർഡി എന്നുള്ള ടേം ഗോൾഫുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ബേർഡി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ബേർഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പേ പാർ എന്താണെന്ന് അറിയണം. സോ പാർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗോൾഫർക്ക് ഒരു ഹോളിലേക്ക് ബോൾ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സിനെ പറയുന്ന പേരാണെന്ത്? പാർ. സോ പാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ്. അതായത് ഒരു ഗോൾഫർക്ക് ഒരു ഹോളിലേക്ക് ബോൾ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പാർ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് ഒരു പാർ 4 ഹോളാന്ന് വിചാരിക്കുക. ഒരു പാർ 4 ഹോളാന്ന് വിചാരിക്കുക. സോ ഒരു ഗോൾഫറിന് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരു പാർ 4 ഹോളാന്ന് വിചാരിക്കുക.
സോ പാർ 4 ഹോൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹോളിലേക്ക് ബോൾ എത്തിക്കാനായിട്ട് ഈ ഒരു ഗോൾഫർക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ് എന്ന് പറയുന്നത് 4 സ്ട്രോക്സ് ആയിരിക്കും. സോ പാർ 4 ഹോൾ ആണെങ്കിൽ 4 സ്ട്രോക്സിൽ എന്ത് ചെയ്യണം, ആ ഹോളിലേക്ക് ഗോൾഫർ ബോൾ എത്തിക്കണം. ഇനി സപ്പോസ് ഗോൾഫർ 4 സ്ട്രോക്സിന് പകരം 3 സ്ട്രോക്സിൽ ഹോളിലേക്ക് ബോൾ എത്തിച്ചെന്ന് വിചാരിക്കാം. സോ 4 സ്ട്രോക്സ് അവൈലബിൾ ആണ്, എന്നാൽ 3 സ്ട്രോക്സിൽ തന്നെ എന്ത് ചെയ്തു, ഹോളിലേക്ക് ബോൾ എത്തിച്ചെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ബേർഡി. അതായത് എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ്, ആ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സിനെക്കാളും ഒന്ന് കുറച്ച്, അതായത് 1 ലെസ് പാർ ഓർ 1 ബിലോ പാർ, അതായത് പാർ നമ്പർ ഓഫ് സ്ട്രോക്സിനെക്കാളും ഒന്ന് കുറച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് കുറച്ചുകൊണ്ട് ഈ ഒരു ഗോൾഫർക്ക് ബോൾ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ബേർഡി. സോ 1 ബിലോ പാർ അല്ലെങ്കിൽ 1 അണ്ടർ പാർ. സോ 1 അണ്ടർ പാർ. സോ എത്രയാണോ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ്, ഒരു ഹോളിൽ ബോൾ എത്തിക്കാൻ എത്രയാണോ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിനേക്കാളും ഒരു സ്ട്രോക്ക് കുറച്ച് ഹോളിലേക്ക് ഗോൾഫർ ബോൾ എത്തിക്കുകയാണെങ്കിൽ, അതായത് 1 അണ്ടർ പാർ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ബേർഡി. അതേസമയം 2 സ്ട്രോക്സ് അണ്ടർ പാർ, അതായത് എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ്, അതിനേക്കാളും 2 സ്ട്രോക്ക് കുറച്ചിട്ടാണ് അല്ലെങ്കിൽ 2 സ്ട്രോക്ക് കുറവെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഗോൾഫർ ഹോളിലേക്ക് ബോൾ എത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഈഗിൾ. സോ 2 സ്ട്രോക്സ് അണ്ടർ പാർ, അതിനെ വിളിക്കുന്ന പേരാണ് ഈഗിൾ. സോ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. പാർ 4 ഹോൾ ആണെന്ന് വിചാരിക്കാം. സോ 4 സ്ട്രോക്സിൽ ഗോൾഫർ ബോൾ എത്തിച്ചാൽ മതി. എന്നാൽ ഈ ഗോൾഫർ എന്ത് ചെയ്യുന്നു, 2 സ്ട്രോക്സിൽ തന്നെ ഹോളിലേക്ക് ബോൾ എത്തിക്കുന്നു. അതായത് പാറിൽ നിന്ന് 2 കുറവാണ്, അതായത് 2 സ്ട്രോക്സ് അണ്ടർ പാർ. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഈഗിൾ. ഇനി സപ്പോസ് എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ്, അതിനേക്കാളും 3 സ്ട്രോക്സ് കുറവാണ്, അതായത് 3 സ്ട്രോക്സ് അണ്ടർ പാർ, 3 സ്ട്രോക്സ് കുറവെടുത്തിട്ടാണ് ഹോളിലേക്ക് ബോൾ എത്തിക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആൽബട്രോസ്. സോ 3 സ്ട്രോക്സ് അണ്ടർ പാർ, അതിനെ വിളിക്കുന്ന പേരാണ് ആൽബട്രോസ്. സോ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. പാർ 4 ഹോൾ ആണെന്ന് വിചാരിക്കാം. സോ 4 എണ്ണമാണെന്ത്, അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ്. എന്നാൽ ഈ ഗോൾഫർ എന്ത് ചെയ്യുന്നു, ഒറ്റ സ്ട്രോക്കിൽ തന്നെ ഹോളിലേക്ക് ബോൾ എത്തിക്കുന്നു. അതായത് 3 സ്ട്രോക്ക് കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് 3 സ്ട്രോക്സ് അണ്ടർ പാർ, 3 സ്ട്രോക്സ് കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോളിലേക്ക് ബോൾ എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ആൽബട്രോസ്. ഇനി സപ്പോസ് ഒരു പാർ 4 ഹോൾ ആണ് ആൻഡ് 4 ആണെന്ത്, ഗോൾഫർക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ് എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഗോൾഫർ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രോക്ക് കൂടുതൽ എടുക്കുന്നു. അതായത് 4 സ്ട്രോക്ക് വേണ്ടെടുത്ത് 5 സ്ട്രോക്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോളിലേക്ക് ബോൾ എത്തിക്കുന്നത്. അതായത് 1 എബോവ് പാർ, അതായത് എത്രയാണോ പാറ് അതിനേക്കാളും ഒന്ന് കൂടുതൽ എടുക്കുന്നു, 1 എബോവ് പാർ. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ബോഗി. സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ബോഗി. എത്രയാണോ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ്, അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ്, അല്ലെങ്കിൽ എത്രയാണോ പാറ്, ആ പാറിനേക്കാളും ഒരു സ്ട്രോക്ക് കൂടുതൽ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബോഗി. ഇനി എത്രയാണോ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ്, അതായത് സപ്പോസ് പാർ 4 ഹോൾ ആണ്. സോ 4 സ്ട്രോക്സിൽ എന്ത് ചെയ്യണം, ഹോളിലേക്ക് ബോൾ എത്തിക്കണം. പക്ഷെ ഈ ഒരു ഗോൾഫർ എന്ത് ചെയ്യുന്നു, 2 സ്ട്രോക്ക് കൂടുതൽ എടുക്കുന്നു. അതായത് 6 സ്ട്രോക്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോളിലേക്ക് ബോൾ എത്തിക്കുന്നത്. അതായത് 2 സ്ട്രോക്സ് എബോവ് പാർ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡബിൾ ബോഗി. സോ എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സ്ട്രോക്സ്, അല്ലെങ്കിൽ എത്രയാണോ പാറ്, അതിനേക്കാളും ഒരു സ്ട്രോക്ക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ബോഗി, 2 സ്ട്രോക്ക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ബോഗി. സോ ഇതൊക്കെയാണ് എന്ത്, റിലേറ്റഡ് ആയിട്ടുള്ള, ഗോൾഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് ദ ഫസ്റ്റ് ഡ്യൂറൻഡ് കപ്പ്, ഇന്ത്യസ് ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഹെൽഡ്? ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആയിട്ടുള്ള ഡ്യൂറൻഡ് കപ്പ് എവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നടത്തിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഷിംല, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി കൽക്കട്ട ആൻഡ് ഓപ്ഷൻ ഡി മദ്രാസ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഷിംലയാണ്. അതായത് ബ്രിട്ടീഷിന്റെ സമ്മർ ക്യാപിറ്റൽ ആയിട്ടുള്ള ഷിംലയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഡ്യൂറൻഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. സമ്മർ ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ്. സോ ബ്രിട്ടീഷേഴ്സിന്റെ സമ്മർ ക്യാപിറ്റൽ ആയിട്ടുള്ള ഷിംലയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഡ്യൂറൻഡ് കപ്പ് ഹെൽഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഡ്യൂറൻഡ് കപ്പ് എന്ന് പറയുന്നത് 1888 എന്ത് ചെയ്യുന്നത്, ഫൗണ്ട് ചെയ്യുന്നത്. സോ ഡ്യൂറൻഡ് കപ്പ് വാസ് ഫൗണ്ടഡ് ഇൻ 1888. സോ 1888 എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ഏറ്റവും ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആയിട്ടുള്ള ഡ്യൂറൻഡ് കപ്പ് എന്ത് ചെയ്യുന്നത്, ഫൗണ്ട് ചെയ്യുന്നത്.
ആൻഡ് ഇത് ഫൗണ്ട് ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ മോർട്ടിമർ ഡ്യൂറന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫൗണ്ട് ചെയ്യുന്നത്. സോ ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആയിട്ടുള്ള സർ മോർട്ടിമർ ഡ്യൂറന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഡ്യൂറന്റ് കപ്പ് ഫൗണ്ട് ചെയ്യുന്നത്. സോ ഡ്യൂറന്റ് കപ്പിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആയിരുന്ന സർ മോർട്ടിമർ ഡ്യൂറന്റ് ആണ് ഡ്യൂറന്റ് കപ്പിന്റെ ഫൗണ്ടർ. ആൻഡ് 1888 എന്ത് ചെയ്യുന്നത്, ഡ്യൂറന്റ് കപ്പ് ഫൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്യൂറന്റ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യയിലെ മാത്രം ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റ് അല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണെന്ത്, ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണെന്ത്, ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്നത്. സോ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നാണെന്ത്, ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്നത്. ആൻഡ് വേൾഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ തേർഡ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. വേൾഡിലെ തന്നെ തേർഡ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണെന്ത്, ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഡ്യൂറന്റ് കപ്പാണ്, ഏഷ്യയിലെ ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഡ്യൂറന്റ് കപ്പാണ്, വേൾഡിലെ തേർഡ് ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് എന്ത് തന്നെയാണ്, ഡ്യൂറന്റ് കപ്പ് തന്നെയാണ്. ആൻഡ് റീസെന്റ് ആയിട്ടുള്ള ഡ്യൂറന്റ് കപ്പ് എഡിഷൻ എന്ന് പറയുന്നത് 2024 ആണ്. സോ 2024 ലാസ്റ്റ് ഡ്യൂറന്റ് കപ്പ് നടന്നത്. ആൻഡ് 2024 ഡ്യൂറന്റ് കപ്പിൽ വിന്നേഴ്സ് ആയിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ് 2024 ഡ്യൂറന്റ് കപ്പ് വിന്നേഴ്സ്. സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ് 2024 ഡ്യൂറന്റ് കപ്പ് വിന്നേഴ്സ്. സോ ഇതാണ് ഡ്യൂറന്റ് കപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട്സ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. സോ നെക്സ്റ്റ് സെഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക്